ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, എൻ്റെ കൂടെ +2 പഠിച്ചത്. അപ്പം ഓളെ കല്യാണമാണ് അടുത്ത മാസം. അപ്പോൾ ഈ ഒരു മാസം നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ബ്രൈറ്റ് ടു ബി കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കുറച്ചായി വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നാണത് നടത്താൻ പോണത്. കല്യാണം അടുത്ത മാസമാണെങ്കിലും ആ ഒരു ടൈമിൽ ഓളെയും കിട്ടില്ല, ഓള് നല്ല തിരക്കിലിരിക്കും. അതേപോലെ മഴ ഒക്കെ ആകുമ്പം നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയൊരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇപ്പം തന്നെ അങ്ങോട്ട് ആക്കാൻ വിചാരിച്ച്. അങ്ങനെ പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി, എൻ്റെ കൂടെ റീഹി ഉണ്ട്. അങ്ങനെ നമ്മൾ നേരെ ഫാൻസിയിലേക്ക് എത്തിയപ്പം ബ്രൈറ്റ് ടു ബീൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് മേടിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ പോയ പീടികയിലാണെങ്കിൽ മൊത്തം ഈ ഗ്രൂം ടു ബി മോം ടു ബീൻ്റെ തന്നെ ഉള്ളൂ. അപ്പോൾ പിന്നെയുള്ള ബ്രൈറ്റ് ടു ബി ഈ ഒരു കളറാണ്. അങ്ങനെ ആ ഷോപ്പിൽ നിന്ന് നമ്മൾ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച് അങ്ങനെ നമ്മൾ പിന്നെ SM-ലേക്കാണ് പോണത്. ഇതാണ് നമ്മൾ ബ്രൈഡ് ഇട്ടോളാം, നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോണ എങ്ങോട്ടാ വെച്ചാൽ പോപ്പർ മേടിക്കാനാണ്. പോപ്പർ മേടിക്കാൻ മാത്രം നമ്മൾ മറന്നുപോയി, ബാക്കിയൊക്കെ സെറ്റാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ മാനാഞ്ചിറയിലേനുള്ളത്. അപ്പോൾ അവിടെ നിന്ന് SM-ലേക്ക് എളുപ്പമാണല്ലോ. അങ്ങനെ SM പോയപ്പം വെള്ളിയാഴ്ച അതിനെ കൊണ്ട് ഒരുവിധം എല്ലാ ഷോപ്പും പൂട്ടിക്കണ്. ഫൈനലി നമുക്ക് അവിടെ നിന്ന് ഒരു സാധനം കിട്ടി. അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങി പിന്നെ മാനാഞ്ചിറയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് 2 ഓട്ടോ കയറിയിട്ടാണ് നമ്മൾ പോയിനത് ബീച്ചിലേക്ക്. അങ്ങനെ നമ്മളിതാ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ആണെങ്കിൽ ഒരുത്തേക്ക് നല്ലോണം വിശക്കുണ്ട്, വന്നപ്പോഴേ വരേണ്ട. അപ്പോൾ കേക്കിന് ഇങ്ങനെ ഉമ്മൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഓട്ടോയിലൊക്കെ കയറി ഇതാ ബീച്ചിലെത്തിക്കണം. അവിടെ അടുത്ത് തന്നെയാണ്, കുറച്ച് പോകാനുള്ളൂ. അങ്ങനെ നമ്മൾ നല്ലൊരു സ്പോട്ട് കണ്ടുപിടിക്കണം. പക്ഷേ അതിൻ്റെ മുന്നേ റിൻഷക്കും നെഫ്ലക്കും ഡ്രസ്സ് മാറ്റാണ്ട്, ബ്രൈഡിനും ഡ്രസ്സ് മാറ്റാണ്ട്, പിന്നെ റിൻഷക്കും മാറ്റാണ്ട്. അങ്ങനെ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടുത്തെ ഒരു ബാത്റൂമിൻ്റെ അങ്ങോട്ടേക്ക് പോവാണ്. നമ്മളെ കഷ്ടകാലം കൊണ്ടാണോ എന്നറിയില്ല, അവിടെ ചെന്നപ്പോൾ തന്നെ അവിടെ ക്ലോസ് ആയി കിടക്കാണ്ടോ. പിന്നെ നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ അങ്ങനെ വിചാരിച്ച് നിൽക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ നേരെ പോവാട്ടോ. അങ്ങനെ പിന്നെ പോലെ അവിടുന്ന് ഡ്രസ്സൊക്കെ മാറ്റി അതിന് ശേഷം നമ്മൾ പിന്നെ കേക്ക് കട്ട് ചെയ്യാനുള്ളൊരു സ്ഥലം നോക്കി നടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോഴത്തേക്ക് നല്ല വെയിലായതിനെക്കൊണ്ട് നമ്മളെല്ലാവരും പേടി കേക്ക് മെൽറ്റ് ആവുമെന്ന് കേട്ടോ. പക്ഷേ വലിയ കുഴപ്പമൊന്നും വന്നിട്ടില്ല. അങ്ങനെ ലാസ്റ്റ് നമ്മളിതാ ഒരു സ്ഥലം കണ്ടുപിടിച്ചിരിക്കണം. എന്നിട്ട് അവിടെ നിന്ന് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. കാരണം അപ്പം തന്നെ ഒരു 2 മണി കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ നിന്ന് കോളും വന്നുകൊണ്ടിരിക്കുകയാണ്, എന്തായി കഴിഞ്ഞോ എന്നൊക്കെ ചോദിച്ചിട്ട്. കേക്ക് പിന്നെ നമ്മൾ ഉദ്ദേശിച്ച തീം വൈറ്റ് ആൻഡ് പിങ്കിനും, പക്ഷേ കൈമ കിട്ടിയപ്പോൾ അതൊരു ബ്ലൂ ആയി. പക്ഷേ കുഴപ്പമില്ല, നമ്മളെ റിൻഷൻ്റെ ഡ്രസ്സിനോട് മാച്ചായി പോകും. പിന്നെ ഞാൻ വേഗം ട്രൈപ്പോഡൊക്കെ അവിടെ വെച്ചങ്ങാണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അതായത് നമ്മളെ പ്രിപ്പറേഷൻസൊക്കെ നമുക്ക് കുറേ സംഭവങ്ങളൊക്കെ സെറ്റാക്കാണ്ട്, അങ്ങനെ അതൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളെ കൂട്ടത്തിൽ ആദ്യത്തെ കല്യാണം, ആദ്യത്തെ ബ്രൈറ്റ് ടു ബി ആയതിനെക്കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു തപ്പിപ്പെടുത്തുണ്ട്. ഇനി ഇൻഷാല്ല ജനുവരിയിൽ നമ്മളെ ഷിഫാൻ്റെ കല്യാണം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബ്രൈറ്റ് ടു ബി നമുക്ക് ഒന്നും കൂടി അടിപൊളിയാക്കണം എന്നുണ്ട് ഇൻഷാല്ല. പിന്നെ നമ്മൾ കുറച്ച് സ്റ്റിക്കൊക്കെ വാങ്ങിനി, അതായത് ബ്രൈറ്റ് ടു ബി തീമിലുള്ള കുറച്ച് സ്റ്റിക്കൊക്കെ വാങ്ങിനി. സംഭവം അതെവിടെ കുത്തുന്നുള്ളത് നമുക്ക് ആർക്കൊരു പിടുത്തല്ലേ, കാരണം അത് കാറ്റത്ത് അല്ലവും പാറി പോകുന്നുണ്ട്. പിന്നെ ഒന്ന് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴാണെങ്കിൽ തിരമാല നമ്മളെ സമ്മതിക്കണില്ല കേട്ടോ. അങ്ങനെ പിന്നെ എങ്ങനെയൊക്കെ നമ്മൾ സെറ്റാക്കി അവിടെ നിൽക്കുകയാണ്. അങ്ങനെ കുറേ നേരത്തെ തിരക്കിനൊടുവിൽ നമ്മൾ കേക്ക് കട്ടിങ് കൂടെ കഴിഞ്ഞിരിക്കണ്. പിന്നെ ബീച്ചിൽ വന്നുള്ള മെയിൻ ഉപ്പിലിട്ടത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഉപ്പിലിട്ടതൊക്കെ വാങ്ങി തിന്നിട്ട് ഇനി നേരെ ഫുഡ് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. അപ്പം തന്നെ ടൈം ഏകദേശം ഒരു 4:30-5 മണിയൊക്കെ ആവാനായിക്കണേ. അങ്ങനെ നമ്മളിങ്ങനെ നേരെ ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ച് നമുക്ക് സൂഫി പോകുന്നത്, കാരണം അവിടെ നിന്ന് കുറച്ചുള്ളൂ സൂഫി പോകാൻ. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് ഫുഡ് കഴിച്ച് വരുമ്പോഴത്തേക്ക് എന്തായാലും ഒരു നേരമാവും. അപ്പോൾ നമ്മൾ നേരെ ബീച്ചിൻ്റെ ഓപ്പോസിറ്റിൽ തന്നെ ഒരു ഹോട്ടലുണ്ട്. അങ്ങനെ അവിടെ പോയിട്ട് അവിടെ നിന്ന് മന്തി തിന്നു. സൂഫിത്തെ മന്തി പ്രതീക്ഷിച്ചുകൊണ്ട് ആരും ഒരു സാധാ ഹോട്ടലിൽ പോയിട്ട് മന്തി കഴിക്കാൻ പാടില്ല. അപ്പം നമുക്ക് ആ ഒരു അത്രയും ടേസ്റ്റ് കിട്ടിയെന്ന് വരില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും നല്ല വിശപ്പുള്ളതിനെ കൊണ്ടാണെന്നല്ല, ഇതൊരു അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉള്ള ഒരു മന്തിയേനു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ മന്തി കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ചെറിയൊരു ബ്രൈറ്റ് ടു ബീൻ്റെ വ്ളോഗ്. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിക്ക് തന്നെ നമ്മൾ ചെറിയൊരു ബ്രൈറ്റ് ടു ബി ഒക്കെ കൊടുത്തിക്കണേ. അപ്പോൾ ഇനിയുള്ള കല്യാണത്തിൻ്റെ വീഡിയോ ഒക്കെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവരോടും ബൈ.